ാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9, 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യത്തിലെ വലിയവൻ. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായി ഇരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി. അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിൻ്റെ കളരിയിൽ കർത്താവിൻ്റെ ചാവേർപ്പടയ്ക്ക് ഒരുക്കമായിട്ട് ധീരമായ പടയാളികളുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറായ ഒരു വലിയൊരു പടക്കുതിരകളാണ് ഇന്ന് ഈ ദേവാലയത്തിലിരിക്കുക. നമുക്കറിയാം, നാം മാമോദിസായരുടെ ദൈവത്തിൻ്റെ അംഗങ്ങളായിത്തീർന്ന കുടുംബത്തിൻ്റെ അംഗങ്ങളായിത്തീർന്ന നാം ഓരോരുത്തരും സൈർലേപനത്തിലൂടെ യേശുവിൻ്റെ പടയാളികളായി തീർന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മിലുള്ള ആ ആത്മാവ് ലോകത്തിൻ്റെ സുഖങ്ങളിലും അല്ലെങ്കിൽ ഇതിലൊക്കെ പെട്ട് അതൊക്കെ ചാരം വന്ന് മൂടിക്കിടക്കുകയായിരുന്നു. ഈ 3 ദിവസങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് വീണ്ടും ആ അഗ്നി കൊണ്ട് ഊതിക്കത്തി ചാരമൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ജ്വലിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആ ചൂട് നമ്മുടെ ശരീരത്തിലൊക്കെ ആത്മാവിൻ്റെ ചൂട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുതിയ വ്യക്തികളായിട്ട്, പുതിയ സൃഷ്ടികളായിട്ട് തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ 1-ാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ആത്മീയ സമരത്തെക്കുറിച്ച്. നമുക്കറിയാം, നമുക്ക് ധീര പടയാളികളാവുമ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിന് ശേഷം ആ സ്വീകരിച്ച ആ ട്രെയിനിങ് നമ്മൾ എല്ലാ ദിവസവും പ്രാവർത്തികമാക്കുവാനായിട്ട് കടപ്പാടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ധീരമായിട്ട് ഏത് സമയത്തും യുദ്ധം ഉണ്ടാകുമ്പോൾ അത് ധീരമായിട്ട് ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാനാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ധീര പടയാളിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആശ്രയത്വം കർത്താവിലും അവിടുത്തെ ശക്തിയും. അവിടുത്തെ ശക്തിയായ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലുമുണ്ട്. ആ ആത്മാവിനെ ഊതിക്കത്തുവാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുദിന കൂദാശകളൊക്കെ നമ്മൾ ഈശോയുടെ തിരുശരീരങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കർത്താവിൻ്റെ ശക്തി ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ സഹായവും എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തുടർന്ന് ഈ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലം അവിടെ ഒരു യുദ്ധം തീർച്ചയാണ്. അവിടെ തിന്മയുടെ ശക്തികൾ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നാം ധരിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. നാം യുദ്ധം ചെയ്യുന്നത് ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരാണ്. സ്വർഗീയ ഇടങ്ങളിൽ പോലും തിന്മയുടെ ശക്തികൾ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് നൽകുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പള്ളിയിൽ പോകുമ്പോൾ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെയും തിന്മയുടെ ശക്തികൾ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മളെപ്പോഴും പടച്ചട്ടയും വിശ്വാസമാകുന്ന പരിചയമൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കവിടെ ശക്തിയുക്തം ഏത് നിമിഷവും നമുക്ക് കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനുള്ള നമുക്ക് വലിയ കൃപാവരം നമുക്കുണ്ടാകും. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ നമ്മളൊക്കെ ഓരോ ധ്യാനങ്ങൾ നമ്മൾ കൂടി കഴിയുമ്പോഴും നമ്മൾ പലപ്പോഴും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നിലനിൽപ്പിൻ്റെ വരം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല.
അതുകൊണ്ടാണ് ഈ ധ്യാനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയും ഉണരുന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ചുമ്മാ ഇരിക്കി കർത്താവിൻ്റെ ഉള്ളിൽ. അതാണ് എന്നെ സ്പർശിച്ച ഏറ്റവും വലിയ വചനം അതാണ്, നിങ്ങൾ ഇരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ വലിയൊരു ഉൾക്കാഴ്ച. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്തൊക്കെ ചോദിക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. സകല വിശുദ്ധരും സകല മാലാഖമാരും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പടച്ചട്ടകളിൽ എന്തൊക്കെയാണ് പറഞ്ഞ ആയുധങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? ആയുധമായിട്ട് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ, ഒരു വാൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ആത്മാവിൻ്റെ വാൾ. അതാണ് നമുക്ക് തിന്മയ്ക്കെതിരെ പടവെട്ടാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാചകം. ഈവൻ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിന്മയുടെ ശക്തി പിശാച് വന്ന് ഈശോയെ പരീക്ഷിക്കുമ്പോൾ ഈശോ പിശാചിനെ തകർക്കുന്നത് വചനം, ദൈവവചനമാകുന്ന വാൾ. നമുക്കറിയാം ഇവിടെ സിസ്റ്ററും ബ്രദറൊക്കെ ആ മൊമെൻറ്റിൽ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നത്. നമ്മൾ വചനത്തിൽ ആഴപ്പെടേണ്ടതിൻ്റെ വലിയ തീവ്രമായ ആഹം നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ബൈബിൾ ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ. എനിക്കറിയില്ല, നിങ്ങളൊക്കെ വലിയ ഉയർന്ന ശുശ്രൂഷകരാണ്. ദൈവത്തിൻ്റെ വചനം കാണാപ്പാടം അറിയുന്ന ഒത്തിരി മക്കളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ വചനം ദൈവത്തിൻ്റെ ഇനി അതിൽ ആഴപ്പെടാൻ സാധിച്ചിട്ടില്ലാത്തവർ കർത്താവിനോട് ചോദിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഏതൊരു മാറ്ററിനെ വന്നു കഴിഞ്ഞാലും അതിന് വചനമാകുന്ന വാൾ ഉപയോഗിച്ച് അതിനെ കീഴടക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അവധിക്ക് വന്നതിൻ്റെ കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യം അറിയുന്ന ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ വെള്ളാറ്റിനൊരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനകത്ത് ആ കുടുംബത്തിലെ മക്കൾ, നമ്മുടെ ബന്ധുവായ മക്കളോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ എത്രയിലും പഠിക്കുന്ന പരീക്ഷയാണ്, നമ്മൾ പഠിക്കണം, കൊന്ത ചെല്ലണം, ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ തന്നെ അടുത്തൊരു സൈഡിലൊരു മൂലയിൽ വേറൊരു കുട്ടി ഇരിക്കുകയാണ്, നിൽക്കുന്നുണ്ട് അവിടെ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് വലിയ ഉപദേശം നമ്മൾ കൊടുക്കുന്നില്ല, ഇവരോട് നമ്മുടെ പിള്ളേരോടൊക്കെ വർത്തമാനം പറഞ്ഞു. അതിനുശേഷം ഇത് കഴിഞ്ഞ നേരത്ത് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖിൻ്റെ തന്നിട്ട് പറയാണ്, സങ്കീർത്തനം 33:1 നീതിമാൻ ഒരിക്കലും കുലുങ്ങയില്ല, അവൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു ഷെയ്ഖിൻ്റെ തന്നിട്ട്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടറായിപ്പോയി. അങ്ങനെ ഞാൻ ചോദിച്ചു, ഈ മോളുടെ പേരെന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദേവനന്ദ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നിത് ആരെ പഠിപ്പിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, അവൾ ചൂണ്ടൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ കൊന്തയൊക്കെ ചെല്ലാറുണ്ടോ? അപ്പോൾ ഉടനടി ബോക്സ് തുറന്നിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ കൊന്തയുണ്ട് അവളുടെ കയ്യിൽ. ഒരു ഹിന്ദു കുട്ടിയാണെന്ന് ഓർക്കണം. സ്നേഹമുള്ളവരെ, യേശുവെ കൊടുക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രം നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ മാതൃക. നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുമ്പോൾ മക്കൾ അറിയാതെ അത് പഠിക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അത് നമ്മൾ രാത്രി എഴുന്നേറ്റ് നമ്മളിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലോകത്തിന് സുവിശേഷ വർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ സുവിശേഷത്തെ പ്രതി കാഴ്ചവെക്കുവാനായിട്ട് നമ്മൾ കുടുംബ പ്രാർത്ഥന നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ബോധ്യങ്ങൾ കിട്ടുകയാണ്. കാരണം മാതാപിതാക്കളാണ് നമ്മുടെ മക്കളുടെയൊക്കെ ഏറ്റവും വലിയ അധ്യാപകർ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഈശോ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച, അതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ നേരിടാൻ നമുക്ക് വിശ്വാസമാകുന്ന പരിചയം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, തിയോളജി പഠനകാലത്ത് ഋഷികേശിലേക്ക് ഞങ്ങൾ തിയോളജി പഠിച്ചത് മൊബൈൽ തിയോളജി എന്ന് പറയും. അപ്പോൾ ഹിന്ദുക്കളുടെ ആശ്രമങ്ങളിലൊക്കെ പോയി അവിടെ പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനാ രീതികളൊക്കെ കാണുവാനായിട്ട്. ഞാൻ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ല, പ്രസാദം കഴിക്കാൻ പാടില്ലെന്നായിരുന്നു. പിന്നെ എൻ്റെ കർത്താവ് എന്തിനാ എന്നെ കൊണ്ടുപോകണേ? അങ്ങനെ ഞാൻ പിന്നെ ചെന്നു. എന്തായാലും നമ്മുടെ ഇതാണല്ലോ, റൂട്ടാണല്ലോ, അപ്പോൾ അവരെക്കുറിച്ച് അറിയാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ ആശ്രമങ്ങളിൽ നമ്മൾ പോകണം. അപ്പോൾ നമുക്കറിയാം വിദേശികളായിട്ടുള്ള
വളരെ കൃത്യമായിട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞ യൂറോപ്പിൽ നിന്ന് ഒത്തിരി മക്കൾ വന്ന് അവിടെ കുത്തിയിരുന്ന് ഫുള്ളായിട്ട് ഹിന്ദുക്കളായിട്ട് ഉള്ള മക്കൾ. അപ്പോൾ അവിടെ ആശ്രമത്തിൽ ഞങ്ങൾ ചെന്നു. ഞങ്ങളിങ്ങനെ സെമിനാരിൽ പഠിക്കുന്ന പ്രദേശമെന്ന് പറഞ്ഞു മോസ്റ്റ് വെൽക്കം ഇരുന്നു. കഴിഞ്ഞ് അവർ പേഴ്സണലായിട്ട് കാണുന്നവർക്ക് കാണാം. അങ്ങനെ ഓരോ സ്വാമിമാരുടെ അടുത്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധന്മാനെ വിളിച്ചു. നമുക്ക് സഹായകനായിട്ട് യോഹന്നാൻ 14:26 പരിശുദ്ധന്മാ മാത്രമേ ഉള്ളൂ. പരീക്ഷയുടെ സമയത്ത് ഞാൻ വിളിക്കുക ആൾ തന്നെയാണ്. അവൻ നല്ലൊരു അധ്യാപകനാണെന്ന് എനിക്കറിയാം. നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കാനായിട്ട് ഈശോ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സഹായകനാണ്. അങ്ങനെ ഈ സ്വാമി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി? അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനിയായി മാമോദിസ മുക്കി. അപ്പോൾ ആര്? മാതാപിതാക്കൾ നിങ്ങളെ മാമോദിസ മുക്കി. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് നീ ഇപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു? എന്തുകൊണ്ട് നീ ക്രിസ്ത്യാനിയായി ഇപ്പോഴും തുടരുന്നു? രണ്ടാമത്തെ ചോദ്യം. ഉടനടി ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഓർമ്മപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് തരുന്നൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവാനുഭവം ഞാൻ അവൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ, അവനും തുറന്നു പറഞ്ഞില്ലെങ്കിലും യേശു എന്ന ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമാണ് ഇന്നും ഈ ബ്രദറിൻ്റെ കൂടെയുള്ളത് എന്നുള്ള ബോധ്യം അവന് കിട്ടി. ദൈവാനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ലെന്ന് ചോദിച്ചതാണ് ഞാൻ. ഈശോയെ, നിന്നെ അനുഭവിക്കാൻ എനിക്ക് കൊതിയുണ്ട്. സെമിനാറിൽ ചേർന്ന് മുമ്പാണുള്ള കഥയാണ്. കഥ നീളും, നമ്മൾക്ക് സമയം വൈകും. ഞാൻ 7 വർഷം ജോലി ചെയ്തിരുന്ന സമയമാണ്. ഭോപ്പാലിൽ ഞാൻ ജോലിയായിരുന്നു ഒരു മിഷനിസ്റ്റായിട്ട്, രാവും പകലും. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഞാൻ ചോദിച്ചു. കർത്താവ് സ്നേഹം അനുഭവിക്കാൻ അവസരം തന്നു. 10 ദിവസം ആരും സഹായിക്കാനില്ലാതെ എൻ്റെ അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ചെറുപ്പത്തിൽ ആൾത്താര ബാലനായിരിക്കുമ്പോൾ എനിക്ക് ഈശോ വൈദികനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ജോലിക്ക് വന്നിരിക്കുന്നത്. കർത്താവ് പലപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നു, തിരിച്ചു വായോ, തിരിച്ചു വായോ. പക്ഷേ എങ്ങനെ വിടും? നമ്മുടെ കുടുംബത്തെ നമ്മൾ പല്ലിയെ പോലെ, ഞാനാണ് ഈ കുടുംബത്തെ, എൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന പോലെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വിട്ടു പോരാൻ വേണ്ടി കർത്താവിന് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. അമ്മച്ചി അസുഖമായി, അമ്മച്ചീനെ ആസ്പത്രി കൊണ്ടുപോയി. അവിടെ വെച്ച് കർത്താവിൽ മാത്രം ആശ്രയമുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവിന് ജീവനോടെ അമ്മച്ചിയെ തിരിച്ച് നാട്ടിലെത്തിക്കുവാനുള്ള ഒരവസരം എനിക്ക് തന്നില്ല. അങ്ങനെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് നൽകും എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശ്വാസമാകുന്ന പരിചയം. അതാണ് നമ്മൾ ഈശോയിൽ നിന്ന് ആദ്യം നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതുതന്നെയാണ്. നമ്മൾ ഈശോയുടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമുക്ക് ഉത്തരം തരും. ആ വിശ്വാസമാകുന്ന പരിചയം നമുക്കുണ്ടെങ്കിൽ ഏത് ദുഷ്ടൻ്റെ ഏത് കൂരമ്പുകളെയും നമുക്ക് നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയും കർത്താവിനെതിരെ പടവെട്ടാൻ പോകുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. എപ്പോഴും നമ്മുടെ മാലാകവൃന്ദം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാരണബോധരായ വിശുദ്ധർ അവർ അവിടെയുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ സഹായിക്കാൻ റെഡിയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊക്കെ ആത്മാവിൽ വളർന്ന് ദൈവത്തെ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു വലിയ ഒരു സംഘർഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. കർത്താവ് പറയാണ്, സുവിശേഷം നമ്മൾ കണ്ടു, തർക്കം തീർക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. എന്തിനെക്കുറിച്ചാണ് തർക്കം? വഴിയിൽ വെച്ച് നമ്മളൊക്കെ കാണാറുണ്ട് ഒത്തിരി തർക്കങ്ങൾ. പക്ഷേ ഈശോ ദിവ്യഗുരുവായ യേശുനാഥൻ അവരെ വീട്ടിലെത്തിയാണ് അത് തർക്കം തീർക്കാനായിട്ട് ഇരിക്കുക. നമ്മൾ പലപ്പോഴും വഴിയിൽ വെച്ച് തർക്കം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തീർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവിടെ വെച്ച് തർക്കമുണ്ടാകുമ്പോൾ തീർക്കാനായിട്ട് എല്ലാവരെയും 12 പേരെയും വിളിച്ചിരുത്തിയിട്ടാണ് ഈശോ അവിടെ പ്രവർത്തിക്കുക. നമ്മൾ പലപ്പോഴും തർക്കം തീർക്കാനിരിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ പുറത്തായിരിക്കും. പക്ഷേ ഈശോയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയിട്ടാണ് ഈശോ വയ്ക്കുന്നത്. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചത്? ആർക്കും സ്വരമില്ല. അപ്പോൾ ഈശോ പറയാണ്, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കാനായിട്ട്. ഒന്നാമനാകാൻ സ്വർഗരാജ്യത്തിലെ വലിയവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശുശ്രൂഷകനാകുക. ഏറ്റവും നല്ല മാതൃക നമ്മുടെ അമ്മ തന്നെയുണ്ട് ഇവിടെ, പരിശുദ്ധ കന്യാമറിയം. ഒന്നാമനാകാൻ ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള ആ വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട്, ഇളയമയെ പോയി ശുശ്രൂഷിക്കാനായിട്ട് വീണ്ടും കാനായിലെ കല്യാണ വീട്ടിൽ ശുശ്രൂഷയായിട്ട് തീരുകയാണ്.
അവിടുത്തെ ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് എന്തെനിക്ക് ചെയ്യാൻ സാധിക്കും അവിടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ യേശുവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയിൽ നമുക്ക് ബൈബിളിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിലും നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടു, എഴുതാത്ത ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മയും എല്ലാവരും. അങ്ങനെ ആ താഴ്മയുടെ നിലയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായിട്ട് ദൈവം ഉയർത്തുകയാണ്. അമ്മയേക്കാൾ ഉപരി സഹരക്ഷകയായിട്ട്. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിശ്വസ്തപൂർവ്വം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കൂടെ വന്നുകൊണ്ട് നമുക്കും ഈ ലോക ജീവിതത്തിന് ശേഷം ഇന്നലെ നമ്മൾ കണ്ടു നമ്മൾ കർത്താവിൻ്റെ അന്ത്യവിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോവുക, 2 അഡ്വക്കേറ്റുമാരാണ് നമ്മുടെ കൂടെയുള്ളത്. അറിയാലോ, ഈശോയും പരിശുദ്ധാത്മാവും. നമ്മളോട് ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാൻ സാധിക്കും? നമ്മുടെ ചാർട്ടെടുത്ത് നോക്കുമ്പോൾ കർത്താവ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എത്ര പേരെ നമുക്ക് യേശുവിന് വേണ്ടി നേടാൻ നമുക്ക് സാധിച്ചു? ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എത്ര പേരെ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു? ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച്. അത് പടക്കുതിരകൾ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ സ്വീകരിച്ച ഈ ട്രെയിനിങ് അതിൻ്റെ പൂർണ്ണതയിൽ തീർക്കുന്നതുവരെയും അവസാന ശ്വാസം വരെയും ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് നമ്മളായിരിക്കുന്ന മേഖലകളിൽ, അതിപ്പോൾ അടുക്കളയിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ സുവിശേഷ പള്ളിയിലായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കാം, ആശുപത്രികളിലായിരിക്കാം, എവിടെയാണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് അബ്രാഹത്തിലും സാറായിലും ഒക്കെ ഇറങ്ങി വന്ന ആ ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ദ്വീപിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം.